CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെ നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്ക് പോകും. തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. ചാവക്കാട് ഒരുമനയൂർ മൂന്നാംകല്ലിൽ കാറുകൾ കൂട്ടിയിടിച്ചു. നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. ഇന്ന് രാവിലെ 9 മണിക്കാണ് അപകടം നടന്നത്. ആർക്കും പരിക്കില്ല. പന്നിത്തടം കോൺകോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്നിരുന്ന തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടന്ന സംസ്ഥാനതല ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ തൃശൂർ ജില്ലയ്ക്ക് കിരീടം. തൃശൂർ ജില്ലാ ക്യാപ്റ്റൻ മുഹമ്മദ് സഹലിനെ ഏറ്റവും നല്ല കളിക്കാരനായി തെരഞ്ഞെടുത്തു. മങ്ങാട് സെന്റ് ജോർജ് ഇടവക ഒരുക്കിയ ക്രിസ്മസ് മഹാപ്രദർശനം ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിൽ ഇടം നേടി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ജനുവരി 20 കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയകരമായ നടത്തിപ്പിനായി ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ നടത്തി. വടക്കേക്കാട് മേഖലയിൽ മോട്ടോർ മോഷണം വ്യാപകമാകുന്നു. കർഷകരും നാട്ടുകാരും ആശങ്കയിൽ. പെലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളം ഭക്തർക്കായി തുറന്നുകൊടുത്തു. കഴിഞ്ഞയാഴ്ച പ്രദേശവാസി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിമരിച്ചതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ തീർത്ഥക്കുളം അടച്ചിട്ടിരിക്കുകയായിരുന്നു. പുതുവത്സര ദിനത്തെ വരവേറ്റ് ഗുരുവായൂരിൽ നാഗസ്വരം തകിൽ സംഗീതോത്സവം നടന്നു. രാവിലെ 5:30 ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപം എഴുന്നള്ളിപ്പോടെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സംഗീതോത്സവം ആരംഭിച്ചത്. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സമുദായാചാര്യൻ മന്നത്തു പത്മനാഭന്റെ 147ാമത് ജന്മദിനം ആഘോഷിച്ചു. വേലൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുറ്റത്തൊരു മീൻതോട്ടം മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യവിത്ത് നിക്ഷേപം നടത്തി. ചിറ്റാട്ടുകര കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് ഒറ്റമര നാടകം അരങ്ങേറി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന്റെ ഭാഗമായി ചിറ്റാട്ടുകര ഇടവകയിലെ കലാകാരന്മാരായ ചിറ്റാട്ടുകര ആർട്സ് ക്ലബിലെ അംഗങ്ങൾ അണിയിച്ചൊരുക്കിയ ഈ വർഷത്തെ നാടകമാണ് ഒറ്റമരം. വേലൂർ കുടുംബശ്രീ CDSന്റെ തിരികെ സ്കൂളിൽ ക്യാമ്പയിന് സമാപനമായി. സർവീസ് സ്കൂളിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പം 2024 എന്ന പേരിൽ ചൊവ്വന്നൂർ മരീന ഹോമിൽ നടന്ന പുതുവത്സരാഘോഷം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നിഗീഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ തിരുവെങ്കിടം ബ്രദേഴ്സ് ക്ലബ് കുടുംബമേള സിനിമാ സീരിയൽ താരം സുസ്മിത പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. SFI മറ്റം ലോക്കൽ സമ്മേളനം നടന്നു. കുന്നുകുളം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. MSc കെമിസ്ട്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 10ാം റാങ്ക് നേടിയ ചമ്മന്നൂർ കുന്നത്തുവളപ്പിൽ കുഞ്ഞുമൊയ്തുവിന്റെ മകൾ K മൂസിനയ്ക്കും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc സൈക്കോളജി എൻട്രൻസ് പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ നെറ്റിക്കൽ അഷ്റഫിന്റെ മകൾ ഹന നഫീസ അഷ്റഫിനും ചമ്മന്നൂർ മഹല്ല് കമ്മിറ്റി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം NSS കരയോഗം 147ാമത് മന്നം ജയന്തി ആഘോഷിച്ചു. മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CATU ചാവക്കാട് ഏരിയ മെമ്പർഷിപ്പ് വിതരണം ആരംഭിച്ചു. കുന്നകുളം വൈസ്മെൻസ് ക്ലബ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി മങ്ങാട് വടക്കുമുറി ബ്രദേഴ്സും യുവഭാവന ക്ലബ്ബും സംയുക്തമായി ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.